നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തെത്തുമ്പോൾ രാഷ്ട്രീയ ചർച്ചകളുടെ കേന്ദ്ര ബിന്ദുവായി മാറിയിരിക്കുന്നത് കേരള കോൺഗ്രസിന്റെ മുന്നണിമാറ്റ ഗോസിപ്പുകളാണ്. എന്നാൽ ആ ഗോസിപ്പുകളുടെ വായടച്ചു കളഞ്ഞിരിക്കുകയാണ് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി. UDFിലേക്കില്ല എന്ന ഉറച്ച നിലപാട് തുറന്നു പറഞ്ഞതോടെ മാധ്യമങ്ങൾ തീർത്തിരുന്ന രാഷ്ട്രീയ കഥാസന്ദർഭങ്ങൾ തകർന്നടിഞ്ഞിരിക്കുകയാണ്. കേരള കോൺഗ്രസ് മുന്നണി മാറ്റം എന്നത് ഒരു അടഞ്ഞ അധ്യായം മാത്രമാണെന്നും ഇപ്പോൾ ചർച്ച എന്ന പേരിൽ നടക്കുന്നത് മുഴുവൻ മാധ്യമ സൃഷ്ടിയാണെന്നും ജോസ് കെ മാണി തുറന്നടിച്ചിരിക്കുകയാണ്. ജോസഫ് വിഭാഗം തങ്ങളുടെ രക്തബന്ധമാണെന്നും UDFിൽ അവർക്ക് സംരക്ഷണം ആവശ്യമാണെങ്കിൽ അത് നൽകാൻ തങ്ങൾ തയ്യാറാണെന്നും ജോസ് കെ മാണി പറയുന്നുണ്ട്. UDFിനകത്തെ കലഹം എത്രമാത്രം രൂക്ഷമാണെന്ന് വ്യക്തമാവാൻ ഈ ഒരു മറുപടി മാത്രം മതി. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് വാഗ്ദാനങ്ങളുടെ പ്രളയം തീർക്കുന്ന UDFിനും BJPക്കും വിപരീതമായി LDF സർക്കാർ നടത്തിയ വികസന മുന്നേറ്റങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ജോസ് കെ മാണി നയിക്കുന്ന മധ്യമേഖലാ ജാഥയ്ക്ക് ഇന്നലെയാണ് തുടക്കമായത്. LDF തുടർഭരണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ നടക്കുന്ന ജാഥയിൽ ജോസ് കെ മാണി മുഴുവൻ സമയ ക്യാപ്റ്റനായി രംഗത്തുണ്ടാവും. UDFുമായി മുന്നണി മാറ്റ ചർച്ചകൾ സജീവമാണെന്ന വാർത്തകൾ പുറത്തു വന്ന ഘട്ടത്തിൽ ജാഥയുടെ ക്യാപ്റ്റനാകാൻ ജോസ് വിസമ്മതിച്ചുവെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പ്രചരിച്ചിരുന്നു. പാർലമെന്റിലെ ബജറ്റ് സമ്മേളനം ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം പിന്മാറാൻ ശ്രമിച്ചതെന്നായിരുന്നു പ്രചാരണം. എന്നാൽ CPM നേതൃനിര, പ്രത്യേകിച്ച് റോഷി അഗസ്റ്റിന്റെ ഇടപെടലിലൂടെ ആ ചർച്ചകൾക്ക് പൂർണ്ണ വിരാമമിട്ടതായും ജോസിനെ തന്നെ ജാഥ ക്യാപ്റ്റനാക്കാൻ സമ്മർദ്ദമുണ്ടായിരുന്നുവെന്നും രാഷ്ട്രീയ വൃത്തങ്ങളിൽ റിപ്പോർട്ടുണ്ട്. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഒരു കാര്യമാണ്: UDFിനകത്ത് നിലനിൽക്കുന്ന അസ്വസ്ഥതയും അനിശ്ചിതത്വവും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ മത്സരിച്ച 10 സീറ്റുകളും വേണമെന്ന നിലപാടിലാണ് ജോസഫ് വിഭാഗം. എന്നാൽ 2 സീറ്റിൽ മാത്രമാണ് വിജയ സാധ്യതയെന്ന് ചൂണ്ടിക്കാട്ടി ഇതിനെ എതിർക്കുകയും പരാജയ സാധ്യതയുള്ള സീറ്റുകൾ കോൺഗ്രസ് ഏറ്റെടുക്കണമെന്നുമുള്ള നിലപാടിലാണ് UDF നേതൃത്വം. ഈ അതൃപ്തികൾക്കിടയിലാണ് ജോസഫ് വിഭാഗത്തെ ജോസ് കെ മാണി സംരക്ഷിക്കുമെന്ന് നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ജോസഫ് വിഭാഗം നേരിടുന്ന വിഷമങ്ങളെക്കുറിച്ച് ജോസ് കെ മാണി പരസ്യമായി പറയേണ്ടി വരുന്നത് തന്നെ UDFിന്റെ ആഭ്യന്തര സംഘർഷത്തിന്റെ തെളിവാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ മുന്നണി മാറ്റ ഗോസിപ്പുകൾ കൊണ്ട് രാഷ്ട്രീയ കഥകൾ തീർക്കാൻ ശ്രമിച്ച UDF തന്നെ ഇപ്പോൾ പ്രതിരോധത്തിലായിരിക്കുകയാണ്. കേരള കോൺഗ്രസ് എം തുറന്നു പറഞ്ഞ നിലപാട് UDFിന്റെ രാഷ്ട്രീയ തന്ത്രങ്ങളെ ചോദ്യം ചെയ്യുന്നതിനോടൊപ്പം LDFിന്റെ ആത്മവിശ്വാസത്തെയും ശക്തിപ്പെടുത്തുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ യാഥാർത്ഥ്യവും ഗോസിപ്പും തമ്മിലുള്ള വ്യത്യാസം ജനങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങി എന്നതാണ് ഈ സംഭവ വികാസങ്ങളുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ സന്ദേശം.